നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്ലം കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. 1.5 കപ്പ് പഞ്ചസാര ഞാൻ പൊടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മധുരം ഇത് കൂടുതൽ 4 കപ്പ് തന്നെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ അത്ര അങ്ങോട്ട് എടുക്കുന്നില്ല. 3 കപ്പ് സൺഫ്ലവർ ഓയില്, പിന്നെ 1.5 കപ്പ് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാൻ, 5 മുട്ട, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. ചെറിയ റീസിൻസ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കാഷ്യൂനട്ട്, ബദാം, ഇതെല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് വേണ്ടത് 8 ഏലക്കായ, ഒരു 10 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് തക്കോലം, ജാതിക്കയുടെ അതിൻ്റെ പൂവ്, പിന്നെ പട്ട, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് ഇട്ടൊന്ന് ഈ മൈദയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഇളക്കി വെക്കുന്നത് ഈ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. നട്ട്സും ഒക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇവിടെ ഒരുപാട് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നത്. മധുരവും നമുക്ക് ഇതേ അളവിൽ തന്നെ, മൈദ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. നമുക്ക് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കാം. അങ്ങനെ വെച്ചാൽ ഇപ്പോഴേ ഇളക്കുകയൊന്നും വേണ്ട, അത് തന്നെ അത് ഉരുകും. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ബാക്കിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പൊടി പറക്കാതിരിക്കും. ഇനി നമുക്ക് ഓണാക്കാം. ഇതിലേക്ക് മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കും. ഇത്രയും ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തത് നന്നായിട്ടത് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഒത്തിരി വെള്ളം പോലെ തോന്നിക്കും, പക്ഷേ കറക്റ്റ് പാകമായിരിക്കും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ തവിയോ സ്പൂണും കൊണ്ട് വല്ലതുമേ നമ്മൾ മിക്സ് ചെയ്യണം. അത് ബീറ്ററിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ അത്യാവശ്യം വലിയൊരു ട്രെയിലാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഒരു ഓയിൽ തടവി കുറച്ച്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാനായിട്ട്. നമുക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അര ഭാഗത്തോളം മതിയാവും. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഒരു കമ്പിയുടെ ഇതുകൊണ്ടോ ഒരു സ്ക്യൂറും കൊണ്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. കുറച്ചൊന്ന് മണ്ടക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പം 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്.